കഥയിലെ റാണിയായി ഗൈസ്, നമ്മുടെ നാട്ടിൽ ടർഫ് കളി കഴിഞ്ഞാല് നമ്മൾ നേരെ വിട്ടു പോലില്ല. ഒരു ചായയും വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അവനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് അപ്പുറത്തെ വണ്ടി നോക്കി ഫസ്റ്റ് എത്ര ഷിഫ്റ്റ് വരും, ഫസ്റ്റ് എത്ര സെക്ടർ പോകും, ഇതിൽ കൂടെ എത്ര ആർക്സ് വരും എന്നുള്ളത് എണ്ണി കളിച്ച് ഒക്കെ കഴിഞ്ഞിട്ടോ നമ്മളൊക്കെ വിട്ടു പോകുള്ളൂ. വൈറ്റാക്കൂട്ടൊക്കെ വൈകില്ലേ ഞങ്ങളുടെ ടീംസ് ഒക്കെ. പിന്നെ ടർഫ് കളി കഴിഞ്ഞാൽ എന്തായാലും ചായ, വെള്ളമോ ജ്യൂസോ ചായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നും ആണല്ലോ. എനിക്കാണെ പിന്നെ എവിടെ പോയാലും ചായ ഇല്ലെങ്കിൽ നടക്കൂല. എങ്ങനെയായാലും ഒരു ചായ ആണ്. ഇവൻ നേരെ വിളിച്ചുണ്ടായത് ഏതോ ഉപ്പിൽ ടൈമിലേക്ക് നമ്മളെ കൊണ്ട് നടക്കുമോ. നെഹി എന്ന് പറഞ്ഞാൽ നെഹി ഉപ്പിലിട്ട് പറ്റൂല, ഓൺലൈൻ ചായ. ബാക്കിലൊരു പല്ലിയുമായിട്ട് ചെക്കൻ തോന്നുന്നവരാ ഈ വർത്താനം മാത്രം പോരാ, ഇരുന്ന വീഡിയോയും തമ്മിൽ നല്ല ബന്ധമാണെന്ന്. ഞാനൊരു ബന്ധമായി കൊടുക്കാറുണ്ടായിട്ടാണ് ഇപ്പൊ ഈ നേരം ഈ ശരിയായ മൂഡിൽ ആ വീഡിയോ കയറിയിട്ട് വർത്താനം ഇട്ട് നേരെ പുറത്തെ വീഡിയോ ഒന്ന് ചായ വാങ്ങി കുടിച്ച് എങ്ങനെ ഓലിയായിരിക്കും നമ്മൾ ഓരോ വീഡിയോ ഒന്നും തിന്നാൻ നിൽക്കാണ്. പക്ഷെ അങ്ങനെയല്ല, അവിടെ വർത്താണ്ടായിട്ട് അപ്പുറത്തെ വീഡിയോ പോയിട്ട് ചായ വാങ്ങി കുടിച്ച് പിന്നല്ലേ സംഭവം. നമ്മൾ ഈ മലയാളികളെടുത്ത് വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ ഈ ബംഗാളികളെടുത്ത് ആൻസ് ഔട്ട് എന്ന് സംഭവം വെച്ചാൽ ഇപ്പൊ ആൻസിന്റെ ചായ കൊണ്ട് ഞാൻ വിചാരിച്ചത് ഏലക്കായ എങ്ങാനാണ്. ഭയങ്കര ഒരു വെറൈറ്റി, ഒരു ഫോറിൻ ഏലക്കായ എങ്ങനെ മാറ്റി വെറൈറ്റി സാധനം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വെറൈറ്റി ചായ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് പറഞ്ഞോളി, ഞാൻ സ്ഥലം പറഞ്ഞുതരാം. പിന്നെ ഇവർക്കൊരു ബിഗ് സൈലോട്ട് അടിച്ച് ഞാനിങ്ങോട്ട് പോന്നെ. മതി, ടാറ്റാ ബൈ ബൈ, ഇന്നത്തതും മതി.